നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ സ്ഥാപനങ്ങളിലോ നമുക്ക് കാലഹരണപ്പെട്ടതും പഴകിയതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം പറക്കി ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ആക്രിക്കാർക്ക് കൊടുക്കും. അതല്ലേ ചെയ്യുന്നത്? ദാ ഇവിടെ നോക്കിക്ക്. ഇത് മൂവാറ്റുപുഴയിലെ ജിനു ജോണിൻ്റെ കളക്ഷനിലുള്ളതാണ്. പഴയ സാധനങ്ങളുടെ ഒരു കാലത്ത് നമ്മുടെ വീടുകളിലും മറ്റും ഉപയോഗിച്ചിരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ അടുക്കളയിലാകട്ടെ, പൂജാമുറിയിലാകട്ടെ, എന്തിനേറെ പറയുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് വരെ, ഇന്നത്തെ ചെരുപ്പിന് സവിശേഷതയുണ്ട്, കളക്ട് ചെയ്ത് ആൻറ്റിക് സെക്ഷൻ വിപുലീകരിച്ചിരിക്കുന്നു മൂവാറ്റുപുഴയിലെ ജിനു ജോൺ. ഈ കളക്ഷൻ കാണുമ്പോഴേ ഇതിൻ്റെ വില നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിന് ഇന്നത്തെ മൂല്യം, അതിൻ്റെ അപൂർവത, അതിൻ്റെ പ്രഭാവം ഇതെല്ലാം മനസ്സിലാക്കി ആൻറ്റി കളക്ഷൻ സ്വരൂപിച്ച് കൂട്ടിയിരിക്കുന്ന ജിനു ജോണിൻ്റെ വീട് നോക്കൂ. പണ്ട് കാലത്ത് നമ്മൾ തൈര് കടയാൻ ഉപയോഗിച്ചിരുന്ന മത്തെന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്. ഇത് പഴയ ബെറ്റക്കോളാമ്പി, അതായത് വെറ്റില മുറുക്കിയിട്ട് തുപ്പാൻ ഉപയോഗിക്കുന്ന സാധനം. പിത്തളയാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പണ്ടേ കളഞ്ഞു. ഇപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര കൗതുകം. ഇത് കയറ് കെട്ടിയ കുടം, പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അച്ചാറിടാൻ, ധാന്യങ്ങൾ സംഭരിക്കാൻ, ദീർഘകാലം ഉപയോഗിക്കേണ്ടവ സൂക്ഷിച്ചു വയ്ക്കാൻ ഒക്കെ ഉണ്ടായിരുന്ന പഴയ കാലത്തെ നമ്മുടെ വീടുകളിലെ ജാറുകൾ, കണ്ടെയ്നറുകൾ. ഇത് നാണയ സെക്ഷൻ. അപൂർവങ്ങളിൽ അപൂർവമായ വിലപിടിപ്പുള്ള നിധിശേഖരങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ ഫോറിൻ കൺട്രീസിൻ്റെതും ഇന്ത്യയിലെയും അമൂല്യങ്ങളായ നാണയങ്ങൾ, സിൽവർ കോയിൻസ്, ഗോൾഡ് കോയിൻസ്, അങ്ങനെ വിവിധ വിലയും മൂല്യവും ഡിസൈനും എംബ്ലങ്ങളുമുള്ള വിവിധ രാജ്യങ്ങളിലെയും നാണയങ്ങൾ. എണ്ണിയാലൊടുങ്ങാത്ത അത്രയും. എവിടെ നിന്ന് ആൻറ്റിക് സാധനങ്ങൾ കിട്ടിയാലും കളക്ട് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹോബി. ഒന്നും സെയിൽസ് ഇല്ല, കളക്ഷൻ ഉള്ളി. ഇത് പഴയ മെതിയടി. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പഴയ മെതിയടി? നമ്മുടെ അപ്പൂപ്പന്മാർ, പൂർവികർ ഉപയോഗിച്ചിരുന്നത്. ഇത് ഒരു ഉരുവിൻ്റെ മാതൃകയാണ്. ഇതാണ് ജിനു ജോൺ. ഒരു സാധനവും കളഞ്ഞിട്ടില്ല, എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. നാണയശേഖരം വളരെ വിപുലമായിട്ട് തന്നെയുണ്ട്. പഴയ പ്രിൻ്റർ, പഴയ കലങ്ങൾ. ഈ കലങ്ങൾക്കൊക്കെ 100 വർഷത്തിലോളം പഴക്കമുള്ളതാണ്. പഴയ പലതരത്തിലുള്ള ഓട്ടുവിളക്കുകൾ, തൂക്കുവിളക്കുകൾ, പിത്തളയിലുള്ള വീട്ടുപകരണങ്ങൾ, താക്കോല് പലതരം. താക്കോല് തന്നെ നമുക്ക് വളരെ അത്ഭുതം തോന്നും. വളരെ വലിപ്പമുള്ളത്, വളരെ ചെറുത്, അതിൽ തന്നെ ആണും പെണ്ണും താക്കോലുകൾ. നമ്മുടെ പഴയകാലത്തെ പറ, ക്യാമറ, ഭരണികൾ, വിളക്ക്, ഓട്ടുവിളക്കുകൾ. അതിൽ ലോക്ക് വിളക്കുകളാണിതെല്ലാം, ഊരിയെടുക്കുന്ന ടൈപ്പല്ല. പിന്നെ കൃഷി ആയുധങ്ങൾ,
അതുപോലെ അച്ചടി യന്ത്രത്തിൻ്റെ സാധനങ്ങൾ, ഒരു ഹാർമോണിയം, തേപ്പ് പെട്ടി, ഇസ്തിരിപ്പെട്ടി, ടൈപ്പ് റൈറ്റർ, തേവുകൊട്ട, നമ്മുടെ ടെലഫോൺ അപ്പാരറ്റസൊക്കെ നമ്മൾ പണ്ടേ കളഞ്ഞു. ഇവിടെ അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ നാണയം നോക്കിക്കോളൂ. 1, 2, 3 പൈസയുടെ നാണയങ്ങൾ വലിയ ജാറിലിട്ടാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇതിൽ ഓരോന്നും നമ്മുടെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉള്ളവരുടെ അല്ലെങ്കിൽ രാജഭരണകാലത്തെ അല്ലെങ്കിൽ അതുപോലെ വിശിഷ്യമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ചെറുതും വലുതുമായ കുടുംബങ്ങളിലെ വീടുകളിലെ അലങ്കാര വസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, നാണയങ്ങൾ, അങ്ങനെ സകല സാധനങ്ങളും കളക്ട് ചെയ്ത് അടുക്കി ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇതിൻ്റെ മൂല്യം ഇന്ന് എന്താണെന്നറിയോ? ഇതിന് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള വിലയല്ല. ഇതൊരു ഹാർമോണിയമാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ചവിട്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഹാർമോണിയം. പഴയ കാലത്ത് പള്ളികളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ പഴക്കത്തിനാണ് ഇവിടെ